കട്ടപ്പന വെള്ളിയാങ്കുടി ടൗണിനെ ഇളക്കി മറിച്ച് സെന്റ് ജെറോംസ് എൽ.പി. സ്കൂളിലെ വിദ്യാർത്ഥികൾ 300ഓളം വരുന്ന കുട്ടികൾ ക്രിസ്തുമസ് പാപ്പ വേഷധാരികളായി ടൗണിൽ സിറ്റി കരോൾ നടത്തി. കൊച്ചുകുട്ടികളുടെ ക്രിസ്തുമസ് ആഘോഷം കണ്ട് ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത്. പതിവിലും വ്യത്യസ്തമായി സ്കൂൾ അങ്കണത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന് ടൗണിലേക്ക് ഇറങ്ങിയാണ് വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് എൽ.പി. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് ആഘോഷം നടന്നത്. 300ഓളം വിദ്യാർത്ഥികൾ ക്രിസ്മസ് ആഘോഷ വേഷധാരികളായി ടൗണിൽ അണിനിരുന്നു. പിന്നീട് കരോൾ ഗാനവും ആഘോഷങ്ങളും ആരംഭിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ സൈജുമോൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടത്തിയത്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇതാ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ അശാന്തിയുടെയും അസമാധാനത്തിന്റെയും യുദ്ധത്തിന്റെയും ഒക്കെ കെടുതികൾ അനുഭവിക്കുന്ന ജനത്തിന്റെ മുമ്പിലേക്ക് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ശാന്തിയുടെയൊക്കെ സന്ദേശവുമായിട്ട് പിറന്നു വീണ ക്രിസ്തുവിന്റെ ജന്മദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇന്ന് ഭാരതത്തില് അല്ലെങ്കിൽ ലോകത്തിൽ നിലനിൽക്കുന്ന അക്രമത്തിന്റെയും അനീതിയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും ഒക്കെ കാലത്ത് തന്നെപ്പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, നമുക്കുള്ളതെല്ലാം പരസ്പരം പങ്കുവയ്ക്കാൻ ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നുള്ള അകമഴിഞ്ഞ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ സെന്റ് ജെറോംസ് എൽ.പി. സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന വിവിധ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ക്രിസ്മസ് സന്ദേശവുമായിട്ട് വെള്ളയാങ്കുടി ടൗണിലേക്ക് കടന്നു വന്നിരിക്കുക. ഔസ്യപിതാവ്, മാതാവ്, ക്രിസ്മസ് പാപ്പാമാർ, മാലാകന്മാർ എല്ലാം കരോളിൽ അണിനിരുന്നു. നിരവധി ക്രിസ്മസ് ഗാനങ്ങളാണ് കുട്ടികൾ ആലപിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വ്യാപാരി സംഘടനാ പ്രതിനിധികളും പ്രദേശവാസികളും ചുമട്ടുതൊഴിലാളികളും ചേർന്നപ്പോൾ കുട്ടികളുടെ ആഘോഷം നാടിന്റെ തന്നെ ആഘോഷമായി മാറി. വിദ്യാർത്ഥി പ്രതിനിധികളായ ഫെൻസ അലക്സ്, കാതറിൻ ഹോസ്പോൾ, PTA പ്രസിഡന്റ് നൈസ് സെബാസ്റ്റ്യൻ, MPTA പ്രസിഡന്റ് ആശാ ജോമോൻ എന്നിവർ നേതൃത്വം നൽകി.